ഹലോ. അപ്പോൾ ഞങ്ങൾ ഈ രാവിലെ തന്നെ ട്രാവൽ ചെയ്ത് പോകുന്നത് കന്യാകുമാരി. അപ്പോൾ നാഗർകോവിൽ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ഒരു ഗ്യാങ്ങുണ്ട്, എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ വഴി എല്ലാം നാഗർകോവിൽ കന്യാകുമാരി ആ വഴിയിലോട്ടുള്ള ഭാഗത്തോട്ടുള്ള കുറേ വ്യൂസാണ്. അപ്പോൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി കാര്യം കന്യാകുമാരിയിൽ പോയിട്ട്. അപ്പോൾ നമ്മുടെ കന്യാകുമാരി എത്തിക്കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ട്രാവലിംഗ് കഴിഞ്ഞിട്ടാണ് കന്യാകുമാരി എത്തുന്നത്. ഇതാണ് എൻട്രി പോയിൻ്റ്. 2 സൈഡും ഒത്തിരി കടകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും മേടിക്കാം. ഡ്രസ്സ്, അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ്, കഴിക്കുന്ന പണ്ട് കാലത്തെ മുട്ടായി എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാം. അപ്പോൾ ഇത് തിരുവള്ളുവർ സിലൈ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് ചാർജുണ്ട്. ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മുടെ ആ എൻട്രി പോയിൻറ്റിലേക്ക് പോകാൻ. വിവേകാനന്ദ പാറ പ്ലസ് തിരുവള്ളുവർ സില ഇത് രണ്ടിലോട്ട് പോകണമെങ്കിൽ പെർ ഹെഡ് 200 എന്ന് തോന്നുന്നു എൻട്രി പോയിൻറ്റ് ടിക്കറ്റുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മസാല പൊരിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറേ സമയം വെയിലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ആ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഇതൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ കുറേ വ്യൂസെല്ലാം ഇങ്ങനെ കണ്ടു. ഇതാണ് സംഭവം മണ്ഡപം. ഇതിനകത്താണ് ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തത്. കാരണം വെയിലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുമായിട്ട് അവിടെയായിരുന്നത്. പിന്നീട് നമ്മൾ വിചാരിച്ച് ഷോപ്പ് ചെയ്യാം. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കടലിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ കുറേ സാധനം ഫ്രം 5 രൂപ തൊട്ട് 200 രൂപ വരെയുള്ള സാധനങ്ങളാണുള്ളത്. 5 രൂപ തൊട്ട് കുഞ്ഞു ക്ലിപ്പുകൾ, സ്ലൈഡുകൾ, അതുപോലത്തെ കാര്യങ്ങൾ, ബ്രഷ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വളകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മുടെ ലേഡീസ് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. പിന്നെ ഒരു ബാഗ് കടയിൽ പോയി ഞാനൊരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഗിഫ്റ്റാണ് തന്നത്. എൻ്റെ കൂടെ വന്ന ഒരു ഫ്രണ്ട് ബാഗ് മേടിച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഉച്ച 1 മണിയൊക്കെ ആയപ്പം ഒരു കടയിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി. ഫുഡും ഞങ്ങൾക്ക് വേറൊരാളാണ് മേടിച്ച് തന്നു. ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഊണാ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ചിക്കൻ ബിരിയാണി കഴിച്ചൊന്ന് നോക്കുന്നു. അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത്. 2 എണ്ണം കഴിക്കാൻ പറ്റിയില്ല, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. തമിഴ്നാട് സൈഡ് ചിക്കൻ ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഒരു ചിക്കൻ ബിരിയാണീനെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല വെയിലല്ലേ, അപ്പോൾ ഞാനൊരു ലെമൺ സോഡ, പിന്നെ ചേട്ടന് വന്ന് കോളി സോഡ സംതിങ്ങാണ്. അതെന്തോ ഓർഡർ ചെയ്തു, അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ട്രാവൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നല്ല ഐസിട്ട് വേണമെന്ന് പറഞ്ഞു. കോളി സോഡയാണ്. അപ്പോൾ അത് കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും കുറച്ച് ഷോപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. കുറച്ച് മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ച്, അവൾക്ക് കഴിക്കാൻ പറ്റുന്ന സ്വീറ്റ്സ് മാത്രമേ മേടിച്ചുള്ളൂ, വേറെ ഒന്നും മേടിച്ചില്ല. ഇതെല്ലാം കണ്ടപ്പോൾ നെസ്റ്റോളജി, പണ്ടത്തെ നമ്മുടെ സ്കൂൾ ടൈംസിലുള്ള എല്ലാ മുട്ടായി, പുളിമുട്ടായി, കല്ലുമുട്ടായി എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട്. നട്ട്സുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഈ സെഷനിലോട്ട്. പിന്നെ ഞങ്ങൾ ഇതാണ് കോളി സോഡ കേട്ടോ. ഇതൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് റിട്ടേൺ അവസാനമാണ്, ഷോപ്പൊക്കെ കഴിഞ്ഞ അവസാനമാണ് ഞങ്ങൾ കടലിലോട്ട് വന്നത് കളിക്കായി. കടലിലോട്ട് വന്നതിന് ശേഷം തിരിച്ച് കയറിയത് ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫുള്ള് കടലിൽ സ്പെൻഡ് ചെയ്ത്. ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം ഫുള്ള് നനഞ്ഞ്. അപ്പോൾ ഇതാണ് കന്യാകുമാരി ട്രാവൽ. എല്ലാവരും